വാർത്തകൾ വായിക്കുന്നത് അനുജി. വ്യാജ വായ്പകളിലൂടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങളുടെ ഭീഷണിയെ തുടർന്ന് സംഘം സെക്രട്ടറി രാജിവെച്ചു. ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അർബൻ സർവീസ് സഹകരണ സംഘം നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘത്തിനു മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. പ്രതിഷേധ കൂട്ടായ്മ സംരക്ഷണ സമിതി പ്രസിഡന്റ് PA തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 36 കോടിയിലധികം രൂപയുടെ വ്യാജ വായ്പ നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകും. സത്യാഗ്രഹ സമരത്തിൽ വൈസ് പ്രസിഡന്റ് CP സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. ഈ സംഘത്തിൽ കാലാകാലങ്ങളിൽ ഓഡിറ്റ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നും ഭരണസമിതിയെ പിരിച്ചുവിട്ട് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും CP സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. സംരക്ഷണ സമിതി സെക്രട്ടറി യോഹന്നാൻ കൂരൻ, നേതാക്കളായ CPI മണ്ഡലം സെക്രട്ടറി മുകേഷ് വാര്യർ, BJP മണ്ഡലം പ്രസിഡന്റ് N മനോജ്, കൗൺസിലർമാരായ MV രഘു, സന്ദീപ് ശങ്കർ, സംരക്ഷണ സമിതി നേതാക്കളായ മാർട്ടിൻ മൂഞ്ഞേലി, ജോസ് സെബാസ്റ്റ്യൻ, പൗലോസ് വടക്കംചേരി, ചെറിയാക്കു കൊറ്റമം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതു സംബന്ധിച്ച് സംരക്ഷണ സമിതി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ സഹകരണ സംഘത്തിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഈ അഴുക്ക് ചാനലുകൾ നമ്മുടെ സംഘത്തിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന പൊള്ളരുതായ്മകളുടെ അറുതി വരുത്താൻ വേണ്ടിക്കൊണ്ട് 1 ഇഞ്ച് പോലും ഇനി അവരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ അവരെ പിരിച്ചുവിടുന്ന വരെയുള്ള സമരമുറകളാണ് ഇനി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ നിവേദനങ്ങളുമായി ഏറ്റെടുത്ത ഉത്തരവാദിത്വം അവസാനത്താളുടെ 1 പൈസ വരെ തിരിച്ചു കിട്ടുന്നവരെ ഞങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം മാറുന്നുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളതിനെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ സമരമുറകൾക്ക് മുന്നുള്ള ഏതാനും ദിവസങ്ങൾ ഞങ്ങൾ DYSP ഓഫീസിൽ പോയിരുന്നു, SP കാണാൻ പോയിരുന്നു, വക്കീലിനെ കാണാൻ പോയിരുന്നു, പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ നിരവധി വക്കീലുമായിട്ട് ബന്ധം നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നിൽക്കുന്നതിനിടയിലാണ് ഈ ബാങ്കിന്റെ ഉള്ളിൽ ഒരിക്കലും അംഗീകരിക്കാൻ, സാമാന്യ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൊള്ളരുതായ്മകൾ ഈ കള്ള പരീക്ഷകൾ ഇവിടെ നടത്തിയത്. കഴിഞ്ഞ ദിവസം TP ജോർജിനെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. TP ജോർജിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. TP ജോർജ് ഇവിടെ വന്ന് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി, എനിക്കൊരു ക്ലീൻ ഷീറ്റ് വേണം, നിങ്ങളുടെ ഇടപാടില് ഞാൻ ക്ലീൻ ആണ്, എന്റെ പേരിൽ 1 പൈസയും ഇല്ല എന്ന് എഴുതി തരുന്നു എന്ന് പറഞ്ഞു. അവരത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ശരിയല്ലേ? TP ജോർജിന്റെ കെയർ ഓഫ് ആയിട്ട് അവരുടെ ഭാര്യ കുടുംബാംഗങ്ങൾ കോടികൾ ഇവിടെ അടിച്ചു മാറ്റിയിരിക്കുന്നു. എനിക്കൊരു ക്ലീൻ ഷീറ്റ് വേണം. നമുക്കൊന്നേ ചോദിക്കാനുള്ളൂ. 65-ാം അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട പേര് PD ടോമിയുടെയാണ്. അവർ കള്ളനാണെങ്കിൽ എന്തിനാണ് അവർ ഈ പേര് എഴുതി വെച്ചത്? ഭരണസമിതിയെ വിശ്വസിച്ച് ഞങ്ങളിട്ട പണം നിങ്ങളുടെ പേനയുടെ തുമ്പത്തിലെ ഒപ്പ് പ്രകാരം നഷ്ടപ്പെടുത്തിയ എന്ന കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വളരെ വിഷമമുണ്ടാക്കുന്ന തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. 68 സർച്ചാർജ് വരുന്നത് വരിയേ നിങ്ങൾക്ക് ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ കുറ്റക്കാരാകും, നിങ്ങൾ വിസ്തരിക്കപ്പെടും. തണ്ടല് നിർത്തി ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ പണം തിരിച്ചടച്ചിരിക്കും. അടച്ചിരിക്കാൻ നിങ്ങൾക്ക് നിവൃത്തിയില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു.
ഫോട്ടോ. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.